ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടുത്തെ ഒരു ചർച്ച് കാണാൻ വന്നതാണ് കേട്ടോ. ഇവിടെ ജോർജിയയിൽ ഒരുപാട് പള്ളികളുണ്ട്. അതിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചർച്ചാണ് നമ്മൾ വന്ന് കാണാൻ വന്നത്. ഇവിടെ നല്ല രസമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. കുറേ മലകളുടെയൊക്കെ ഇടയിലുള്ളൊരു പള്ളിയാണ്. അവിടെ ഗാർഡൻ സ്പേസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഇരിക്കാം, അങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. അങ്ങനെ നമ്മളവിടെ വന്നു. പഴയ പള്ളിയായ കാരണം തന്നെ കുറേ കല്ലുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അവിടുത്തെ ഒരു ഓർമ്മയ്ക്ക് നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ ഒരു സൊവനിയർ എടുക്കാം. അവിടെ ഒരു വെൻഡിങ് മെഷീൻ പോലെ ഉണ്ട്. 2 ടൈപ്പ് കോയിൻസ് ഉണ്ട്. അതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും കേട്ടോ. അത് നമ്മളൊരു 10 ലാരി കൊടുത്തിട്ട് അതിലൊരെണ്ണം ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മൾ അതിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് വ്യൂ. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ ജീൻസ് ആയ കാരണം ജസ്റ്റ് ഒരു ഷോൾ കൊണ്ട് അത് മറിക്കണം, പിന്നെ ഒരു വെയിലിടണം. നോർമലി നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ. ഇതാണ് കേട്ടോ ഉൾഭാഗം. ഇവിടെ വീഡിയോ എടുക്കാൻ പാടുമെന്ന് അറിയത്തില്ല, അവിടെ ഒന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്തുള്ളൂ. എല്ലാം ഈ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയാലും നല്ല പഴയ കാലപ്പള്ളിയല്ലേ, നമുക്ക് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ നേർച്ചപ്പെട്ടി പോലെ തന്നെ ലൈക്ക് നമുക്ക് എന്തെങ്കിലും വിഷ് ചെയ്തിട്ട് കോയിനോ നോട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും വിഷ് ചെയ്യാം. അങ്ങനെ അതിന് ഇതൊക്കെയാണ് കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. ആക്ച്വലി കുറേ സ്പേസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരണ്ട. നമ്മുടെ നാട്ടിലത്തെ അൾത്താര ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പിന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു, ഏകദേശം ഇത് അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു കുമ്പസാരക്കൂട് പോലത്തെ ഒരു ഏകദേശം ഒരു സ്ഥലമാണ്. ഇവിടെയും ഇതുപോലെ ഒരു കിണർ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനകത്ത് വെള്ളമുണ്ട്. ഇതുപോലെ നമുക്ക് കോയിനൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും വിഷ് ചെയ്യാം എന്ന് നമ്മളും ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് അവിടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, നന്നായി പ്രാർത്ഥിച്ചു, ഇതൊക്കെ കണ്ടു, എന്തൊക്കെയാണെന്ന് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ, കാരണം ഏകദേശം ഇത് ക്ലോസ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇതൊക്കെയാണ് വിശേഷം. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.